ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചക്ക ഇപ്പോൾ നല്ല വിളവായിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ടായ ചക്ക നിങ്ങളെ ഞാൻ കാണിച്ചതാണല്ലോ. എൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഞാനൊരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തോട്ടിലേക്ക് പോവാതെ എങ്ങനെ പറിക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ശ്രമിച്ച് നോക്കാൻ പോവാണ്. ഞങ്ങൾ പറിക്കാൻ പോകുന്ന സംഭവമൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ബക്കറ്റ് പിന്നെ വള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇതിൽ നിൽക്കുമോ? ഡബിളായിട്ട് കൊടുത്താലോ? ഡബിൾ വള്ളി കൊടുക്കുമോ? അപ്പം ദൈവം കണ്ട്. ഇന്നലത്തെ പത്രത്തിനകത്ത് ചക്ക വീണ് ഒരു പെണ്ണ് മരിച്ചെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചക്ക വീണ് ശൈല മരിച്ചു, ചക്ക തലേ വീണു. വെള്ളക്കൊക്കെ ആകാഞ്ഞത് നന്നായി. എന്താന്നാ ചക്ക വീണ് ശൈല മരിച്ചെന്ന് പറഞ്ഞാലൊരു അന്തസ്സുണ്ട്. ചക്ക സീസണുമാണ്. വെള്ളക്ക വീണ് മരിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു നാണക്കേട. തേങ്ങ വീണെന്നൊക്കെ പറയുമ്പോഴേ ഇത് ചക്കയല്ലേ, അതും നമ്മുടെ ആദ്യമായിട്ടുണ്ടായ ചക്ക. ഇതിപ്പോൾ പെരുന്നാളിന് കൊടിയേറ്റണ പോലെ ഉണ്ടല്ലോ. സക്സസ് ആകുമോ? കേറട്ടങ്ങനെ കേറട്ടെ ചക്കേ, നീ കേറട്ടെ. ഓക്കെയൊക്കെയാണ്, പക്ഷെ വള്ളിക്ക് ചക്ക കിട്ടണ ചക്ക തൊടിലോട്ട് പോണത് കൂടാതെ എൻ്റെ ബക്കറ്റും പോകുമെന്നുള്ളതാണ്. പണിക്കൊരു സാറിന് ചുമ്മാ ഇതല്ല. നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ചക്ക പറിക്കാനുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ റെഡിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ബക്കറ്റിനകത്ത് ചക്ക. ബക്കറ്റ് ചക്ക, ബക്കറ്റ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ബക്കറ്റ് ചക്ക എന്ന് പറയണത് ആദ്യമായിട്ട് കേൾക്കുക. നോക്കാം, നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ഈ വള്ളി താങ്ങുമോ എന്നാണിപ്പോ നോക്കേണ്ടത്. ഈ സീരിയലിലൊക്കെ പറയണ പോലെ വള്ളി താങ്ങുമോ, അതോ വള്ളി പൊട്ടിപ്പോകുമോ, അതോ തോട്ടിലേക്ക് ചക്ക വീഴുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ചക്ക പറിക്കാൻ തുടങ്ങുവാണ്. ദൈവമേ, മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ തലേ വീഴും. മേളിൽ നിന്ന് എടുക്ക്. ദൈവമേ, വള്ളി താഴെയാ. മാറി നിൽക്കട്ടാ. എവിടെയാ? ഒരു മിനിറ്റ് പാപ്പാ, നോക്കട്ടെ. കത്തി വള്ളിയേൽ കൊണ്ടിട്ടില്ല. അവിടെ നിക്ക്, അവിടെ നിക്ക്. ഇവിടെ നോക്കട്ടെ. പറിച്ചോ, പറിച്ചോ. ദൈവമേ, യേശുവേ. എൻ്റെ ബക്കറ്റ്. ഞാനൊരു പാവം ബക്കറ്റി. ചക്ക ഇട്ടൊരു ബക്കറ്റ്. എന്നെ താങ്ങുമോ ബക്കറ്റ്? ഞാനൊരു പാവം ബക്കറ്റ്. വള്ളി പൊട്ടി പോവാ. അതാ ഞാൻ പറഞ്ഞത്, ഒരു 2 വള്ളിയായിട്ട് എടുക്കുന്നു. അങ്ങനെ ചെയ്യാം. ആ ശ്രമം ഉപേക്ഷിച്ചിട്ടേ
ഡബിൾ വള്ളിയാക്കാനുള്ള പരിപാടിയില്ല. അത് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ. അപ്പം പറയുന്നത് പെൺബുദ്ധി പിൻബുദ്ധിയാന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? അങ്ങനെ കൂട്ടുകാരെ, രണ്ടാമത്തെ ശ്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡബിൾ വള്ളി എടുത്തിരിക്കുകയാണ്. ഇനി എങ്ങനെയായി തീരുമെന്നുള്ളത് കാത്തിരുന്ന് കാണുക. മേളിലോട്ട് കയറ്റിക്കോ. ബക്കറ്റ് പോട്ടെ. അങ്ങനെ ഡബിൾ വള്ളി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ താങ്ങിക്കോളൂ. അമ്പടാ. കേട്ടോ, ആ വള്ളി ഇവിടെ പേരമ്മയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കണ്ടോ, അടുത്ത ശ്രമത്തിലോട്ട് കടന്നു. അങ്ങനെ പറിക്കാൻ പോവാണ്. അപ്പോൾ നല്ല വള്ളിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടൊക്കെ ഇരിക്കും ചക്കയൊക്കെ പറിക്കുന്ന ആൾക്കാർ. ഒരു ചക്ക ഉണ്ടായിട്ട് ചക്ക പറിക്കുന്ന പെട്ടാപ്പാട്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. മുറിക്ക. ബക്കറ്റ് പൊട്ടി താഴെ വീഴുക. കത്തിക്ക് ഞാൻ മൂർച്ച വെപ്പിച്ചതായിരുന്നു. കത്തി എന്താ കുരിശു പോലെയൊക്കെ ഇരിക്കണ ഇപ്പൊ. ആ മുറിച്ചവത്തെ തന്നെ മുറിക്ക. ഇതെന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു. ദൈവമേ, അടിപൊളി സഖേ. എടാ സഖേ, അമ്പോ, അങ്ങനെ നമ്മുടെ കണ്ടുപിടുത്തം വിജയിച്ചിരിക്കുന്നു. ഇനി ചക്കയെ ബക്കറ്റ് ചക്ക അങ്ങനെ ഇവിടെ വീണിരിക്കുകയാണ്. ഇനി നമുക്ക് അത് താഴത്തേക്ക് ഇറക്കണം. അത് കാണാട്ടോ. ഇപ്പോഴാണ് ശരിക്കും അഡ്വർടൈസ്മെൻ്റ് ആയത്. ഞാനൊരു പാവം ബക്കറ്റി. നീ ഇറക്ക്. ഇവിടെ ചക്ക ബക്കറ്റിന്റെ അകത്തായിരിക്കും. നമുക്ക് അവനെ അടിച്ച് ഇറക്ക് ഇറക്ക്, കൊടിയിറക്ക്. അങ്ങനെ സക്സസ് ആയല്ലേ. തൻ്റെ വിമാനം, അയ്യോ സോറി, തൻ്റെ ബുദ്ധി വിമാനം പോലെയാ. റോക്കറ്റ് റോക്കറ്റ്. അങ്ങനെ നമ്മുടെ ചക്ക ഇറക്കുവാണ്. നമ്മുടെ പാവം ബക്കറ്റ് ചക്കയും കൊണ്ട് വരുവാണ്. അടിപൊളി. അതാ ഞാൻ പറഞ്ഞ ആദ്യം ഡബിൾ വള്ളി കേട്ടാൻ. ആഹാ, സൂപ്പർ. ഒരു ഫോട്ടോ എടുത്തേക്ക്. എടുക്കല്ല. അങ്ങനെ ചക്ക ബക്കറ്റിൻ്റെ അകത്താക്കി. കണ്ടാ, ചക്ക ബക്കറ്റിൽ കെട്ടി ഇറക്കണേ. ബാ, കണ്ട കണ്ടാ. മതിയായവനെ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ചക്ക ഇടൽ സക്സസ് ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ആരും ചക്ക പറിച്ചിട്ടുണ്ടായില്ലേ? ഇതുപോലെ ഒരു ചക്ക പറി ആരും നടത്തിയിട്ടുണ്ടായില്ല. അതല്ല, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. അയ്യോ, അങ്ങനെ പറയില്ലേ. ഞാൻ നട്ട പ്ലാവിൽ നിന്നും ഒരു ചക്ക കിട്ടി. പിന്നെ അവിടെ 3 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചു.
ആദ്യം ഉണ്ടായത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് അതിൽ തന്നെ 4 ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച വെയിറ്റ് അല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ ഭയങ്കര വെയിറ്റാ. അടിപൊളി. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചക്ക സൂപ്പറായി കേട്ടാ, സൂപ്പറായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരീക്ഷിക്കണേ. ഇങ്ങനെ ഇടങ്ങേറുള്ള സ്ഥലങ്ങളിലൊക്കെ പറിക്കാനായിട്ടൊക്കെ ഇത് പരീക്ഷിച്ചു. ഈ സംഭവം വള്ളിക്ക് കുറച്ച് നല്ല വെയിറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? എന്താ തോട്ടി പോവുമായിരുന്നു, പറിച്ചിട്ടിനും തോട്ടി പോകുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു ഐഡിയ പരമായിട്ടുള്ള പണി ചെയ്താണേ. ഇതൊന്ന് എടുത്ത് പൊക്കിയിട്ട് ഓക്കെ. അങ്ങനെ കൂട്ടുകാരെ, ഇത് കണ്ടോ, നമ്മുടെ ചക്ക കണ്ടോ? ഇത് പഴുപ്പിക്കാനാണ് കേട്ടോ, പഴുപ്പിച്ച് കഴിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പം പഴുത്ത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് ചക്ക. നിലം തൊടാത്ത ചക്ക. നിലം തൊടാത്ത ചക്ക അല്ലേ? ഓക്കെ. കണ്ടോ, മുള്ളൊക്കെ നിരന്നു, ചക്ക കറുത്ത്. അപ്പോൾ ചക്ക കറുപ്പ് വരുമ്പോഴാണ് അതിൻ്റെ വിളവാകുന്നത് അല്ലേ? അങ്ങനെ നമ്മുടെ ചക്ക. ഞാൻ നട്ടൊരു പ്ലാവ്, പ്ലാവിലുണ്ടൊരു ചക്ക, അതും ആദ്യമായൊരു ചക്ക, അതും ആദ്യമായൊരു ചക്ക, നമ്മുടെ സ്വന്തം ചക്ക. ആരിവൾ ചക്കൻ തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ തൂക്കിക്കൊണ്ടു പോയിടുന്നു. ആരുമേ കണ്ടതില്ല, ആരുമേ കേട്ടതില്ല, തന്നെത്താനെ ചക്കൻ ചുമന്ന് 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 അങ്ങനെ പോകുന്നേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.